സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോ പാലക്കാട് ജില്ലാ BJP പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഇപ്പൊ ഹീറോ ആണെന്നാണ് നമ്മുടെ മലനാടൻ ഷാനസ്കറി പറയുന്നത്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഹീറോ ആയി. ഇപ്പോ പ്രശാന്ത് ശിവൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി, BJP ജില്ലാ പ്രസിഡന്റ് എന്ന് പറയണ്ട. അപ്പോ ഷാനസ്കറിയൊക്കെ അറിയില്ലെന്ന് തോന്നുന്നു. ഈ ഗുണ്ടകളെയൊക്കെ അറിയപ്പെടാനായിട്ട് കൂടുതൽ രാഷ്ട്രീയമൊന്നും വേണമെന്ന് നിർബന്ധമില്ല. തമനു ഷാജി എന്ന് പറഞ്ഞാൽ കേരളം മൊത്തം ഉള്ളവർക്ക് അറിയാം. തമനു ഷാജി ആരാണ്? കൊച്ചിയിൽ ഒരു കാലത്ത് ഭയങ്കര ഗുണ്ടയായിരുന്നു. പിന്നെ കൊടിസിനി എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാത്തവരാരെങ്കിലും ഉണ്ടോ? അവനും ഗുണ്ടയായിരുന്നു. പിന്നെ ആയങ്കി, കണ്ണൂർക്കാരൻ, സ്വർണം പിന്നെ കള്ളക്കടത്ത് നടത്തുന്നവരെ പിടിച്ചു വാങ്ങിച്ചു കൊണ്ടുപോകുന്ന CPM-ന്റെ ഒരു ഗുണ്ട. അപ്പൊ ഇവരെയൊക്കെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഗുണ്ടകളായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതുപോലെ ഒരു ഗുണ്ടയാണ് ഈ BJP-യുടെ ജില്ലാ പ്രസിഡന്റും പ്രശാന്ത് ശിവനും. അപ്പോ പെട്ടെന്ന് ഹീറോ ആവാനായിട്ട് ഗുണ്ടയായാൽ മതി. ഗുണ്ടയായിട്ട് പിന്നെ ജില്ലാ പ്രസിഡന്റ് ആവണം. ഇവ അല്ലെങ്കിൽ തന്നെ ഗുണ്ടയാണല്ലോ. അവന്റെ ശാരീരികമായ അവന്റെ ആക്ഷൻ തന്നെ ഗുണ്ടായുസത്തിൻ്റെതാണ്. അതായത് CPM-ന്റെ ആർഷോയെ പിന്നെ ചെവിട് അടിച്ചു പൊട്ടിച്ചു എന്നാണ് ഷാനസ്കറി പറയുന്നത്. നിങ്ങൾ കണ്ടതാണ്. അല്ല, അവിടെ ഒരു പ്രശ്നം ഉണ്ടായി, ശരിയാണ്. സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ തെമ്മാടിത്തരം കാണിച്ചത് പ്രശാന്ത് ശിവനാണ് തന്നെയാണ്. അപ്പൊ BJP RSSകാർക്ക് എന്ത് തെമ്മാടിത്തരം കാണിക്കുക? അതിന് ഓശാന പാടുന്നവനാണ് ഈ ഷാനസ്കറിയ. അവൻ പറയുന്നത് ഭയങ്കര, ഞാൻ ജേർണലിസം പഠിച്ചവനാണ്, ഞാൻ സത്യമേ പറയുള്ളൂ, സത്യമല്ലാതെ മറ്റൊന്നും ഞാൻ പറയില്ല. ഇത് കോടതിയാ നീ സത്യം പറയാൻ? നിനക്ക് അവിടെ നിന്നൊക്കെ ഫണ്ട് കിട്ടുന്നുണ്ട്, നീ അതിനനുസരിച്ച് നിന്റെ ഫ്ലാറ്റ് മാറ്റി പിടിക്കും. നാളെ ഒരു ഭരണം വരട്ടെ കേന്ദ്രത്തില്, കോൺഗ്രസിന്റെ നേതൃത്വത്തില്, അല്ലെങ്കിൽ BJP അല്ലാത്ത ഒരു ഭരണം വരട്ടെ, നീ അപ്പോഴേ ഫ്ലാറ്റ് മാറ്റി ചവിട്ടില്ലേ? നിന്റെയൊക്കെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പിന്നെ ഓന്തിന്റെ നിറം മാറുന്നത് പോലെയാണ്. അതിന് കൂടുതൽ സമയമൊന്നും വേണ്ട. അപ്പൊ എന്തായാലും ശരി, ഇപ്പോ പിന്നെ ഷാനസ്കറി എന്നെ കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് പ്രശാന്ത് ശിവനെ കൊല്ലാനായിട്ട്. CPM കൊടുത്തു. അതായത് ഷാനസ്കറിയെ വിളിച്ച് CPM-മാർ പറഞ്ഞിരിക്കുകയാണ് അവനെ ഞങ്ങൾ കൊല്ലും. അപ്പൊ അതുപോലെയാണ് അവൻ പറയുന്നത്. ഇതാണ് ജേർണലിസം. ഇത് തന്നെയാണ് ജേർണലിസം. നീ പഠിച്ച ജേർണലിസവും സാധാരണ മനുഷ്യർ പഠിക്കുന്ന ജേർണലിസവും രണ്ടും രണ്ടാണ്. അപ്പോ നീ ഇടുക്കിയിൽ കിടന്ന് നിന്റെ ജാതിക്കാരൻ നിന്നെ അടിച്ച് പൊളിച്ച് നീ ഹോസ്പിറ്റലിലായി. നീ അത് മറക്കണ്ട. അപ്പൊ നിനക്ക് അടി കിട്ടിയില്ലേ? അപ്പൊ അവര് ഹീറോയും നീ പിന്നെ നീ ഹീറോ അല്ലാത്തവനുമായ അടിക്കുന്നവൻ ഇപ്പൊ ഹീറോയാണ്, അടി കൊണ്ടവൻ ഇപ്പോ ഹീറോ അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ നീ പറയുന്ന അനുസരിച്ചാണ് നേരം വെളുക്കുന്നത് ഇരുട്ടുന്നതും എന്ന് നീ ഇപ്പൊ പറയാണ്. ഇതാ ഇനിയിപ്പോ നേരം വരട്ടും, 6 മണി കഴിയുമ്പോൾ നീ പറയാണ്, വൈകുന്നേരം പറയണം ഇനിയിപ്പോ നേരം വരട്ടും. അതുകൊണ്ടാണ് നേരം ഇരുട്ടുന്നത്. രാവിലെ 6 മണിക്ക് മുമ്പ് നീ പറയും ഇതാ നേരം വെളുക്കാൻ പോവുകയാണ്. അപ്പോ ഷാനസ്കറിയ പറഞ്ഞിട്ടാണ് നേരം ഇരുട്ടിയതും നേരം വെളുത്തതും. ഷാനസ്കറിയ പറഞ്ഞില്ലെങ്കിൽ നേരം ഇരുട്ടേയില്ല, നേരം വെളുക്കുകയില്ല. അതായത് സൂര്യൻ ഉദിക്കുകയില്ല, സൂര്യൻ അസ്തമിക്കുകയില്ല. പൊട്ടത്തരം പറയുന്നതിനും പിന്നെ നാട്ടില് കള്ളപ്രചാരണങ്ങൾ അഴിച്ചുവിടുന്നതിനും ഒരു മര്യാദയുണ്ട്. ഇതൊന്നും ജേർണലിസത്തിൽപ്പെട്ടതൊന്നുമല്ല. ഇത് ജേർണലിസവും അല്ല. നീ നിന്റെ താല്പര്യങ്ങൾ അനുസരിച്ചാണ് ഈ ചാനൽ നടത്തുന്നത്. അതിന് കുറച്ച് പേര് നിന്നെ ഓശാന പാടാനുണ്ട്. നീ എപ്പോഴും ഏത് കാര്യത്തിനായിരുന്നാലും പിന്നെ RSSന് പിന്നെ സംഘപരിവാർ ശക്തികൾക്കും അതുപോലെ പിന്നെ ക്രിസ്ത്യൻകളുടെയും പക്ഷത്താണ്, യഹൂദന്റെയും പിന്നെ അമേരിക്കയുടെയും പക്ഷത്താണ്, ഇംഗ്ലണ്ടിന്റെയും പിന്നെ ക്രിസ്ത്യാനികളുടെയും പക്ഷത്താണ് എപ്പോഴും. മുസ്ലിങ്ങളെ ഏതെല്ലാം തരത്തിൽ എങ്ങനെയെല്ലാം ആക്രമിക്കാനൊക്കെ ആ രീതിയിലെല്ലാം നീ ആക്രമിക്കുന്നുണ്ട്. അപ്പോ ഇപ്പോ ബോംബ് സ്ഫോടനം നടന്നത് ഇന്ത്യയുടെ സ്ഥിരാകേന്ദ്രം, ഇന്ത്യ ഭരണകേന്ദ്രമായ ഡൽഹിയിൽ വെച്ച് ബോംബ് സ്ഫോടനം നടന്നത്. നീ അങ്ങ് പ്രസിദ്ധീകരിക്കുകയാണ്, മുസ്ലിങ്ങളാണ്, മറ്റവരാണ്, മറിച്ചവരാണ് ചെയ്തത്. ഇത് തിരിച്ച് മുസ്ലിങ്ങൾ അല്ലാത്ത ഒരവസ്ഥ വന്നാൽ നീ തിരിച്ചു പറയൂ. അതുപോലെ പാകിസ്ഥാനിൽ ഇന്നലെ ബോംബ് സ്ഫോടനം നടന്നു, ഇസ്ലാമാബാദിൽ. നീ അറിഞ്ഞില്ലേ? 12 പേര് മരിച്ചു. ഇവിടെ 8 പേര് മരിച്ചു, അവിടെ 12 പേര് മരിച്ചു. അവർ പറയുന്നത് ഇന്ത്യയാണ് ചെയ്യിച്ചത്, ഇന്ത്യയുടെ കരങ്ങളാണ് ഇതിന്റെ പിന്നിലെന്ന് പറയുന്നു. അപ്പോ രണ്ടും ചേർത്ത് വായിക്കണം. നീ സത്യസന്ധനായ ഒരു ജേർണലിസ്റ്റ് ആണെങ്കിൽ അതിന്റെ പിന്നിലുള്ള എന്താണ് ശക്തികളെ, ആരാണ് പാകിസ്ഥാനെ ഇന്ത്യയും തമ്മിൽ യുദ്ധത്തിൽ അയക്കാൻ വേണ്ടി ആരെങ്കിലും പുറത്തുള്ള ആരെങ്കിലും ചെയ്യുന്നതാണ് എന്നുള്ള അന്വേഷണം നടത്തി കണ്ടുപിടിക്കാനാണ് ഗവൺമെന്റിനോട് നീ ആവശ്യപ്പെടേണ്ടത്. അല്ലാതെ നീ കൂട്ടിക്കൊടുപ്പും പിന്നെ പിന്നെ കൂട്ടിക്കൊടുത്തിട്ട് 2 ഭാഗത്തും മൂട്ടിക്കൊടുക്കുകയും പിന്നെ അതിനുശേഷം സെൻട്രലിൽ തീ കൊളുത്തുന്ന ആ പരിപാടി നമുക്ക് പറ്റിയതല്ല. എന്തായാലും ശരി, നിന്റെ ജേർണലിസം വളരെയധികം നന്നായിട്ടുണ്ട്. എന്തായാലും നീ പിന്നെ കൂടുതൽ നാൾ
ഇത് അതായത് വേറൊരു ഭരണം ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇപ്പൊ മുഖ്യമന്ത്രി പാവപ്പെട്ട പിണറായി വിജയൻ ആയതുകൊണ്ടാണ് നീ ഈ ചാനൽ നടത്തിക്കൊണ്ട് പോകണം. അല്ലെങ്കിൽ നിന്നെ എന്നെ അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ല കേസ് പിന്നെ വകുപ്പ് പ്രകാരം നിന്നെ അകത്താക്കുമായിരുന്നു. നീ എന്തായാലും 1-2 പ്രാവശ്യം നിനക്ക് കേസുമായിട്ട് വന്ന് നീ ഒളിച്ചൊക്കെ നടന്നതാണ്. അപ്പൊ നീയും ഒരു ഗുണ്ടയുടെ വേറൊരു ലെവൽ തന്നെയാണ്. അതായത് സമൂഹത്തില് പിന്നെ ഭിന്നത ഉണ്ടാക്കുക, സമൂഹത്തില് പിന്നെ എന്താണ് പറയുന്നത്, വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിക്കുക, വിഷം കലർന്ന ഈ പിന്നെ വാക്കുകൾ നീ അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് നിനക്ക് വളരെയധികം ദോഷം ചെയ്യും. അതാണ് എനിക്ക് പറയാനുള്ളത്. സത്യസന്ധമായ ജേർണലിസം നടത്തണം. ആരിൽ നിന്നും എന്തെങ്കിലും പിന്നെ കിട്ടുമെന്നും പറഞ്ഞ്, അതായത് ഇസ്രായേലിൽ നിന്നായിരുന്നാലും അമേരിക്കയിൽ നിന്നായിരുന്നാലും ഏതെങ്കിലും ഫണ്ടുകൾ നിനക്ക് കിട്ടുന്നുണ്ടെന്നുള്ള ഉറപ്പ്, അതായത് സംഘപരിവാറിൽ നിന്ന് നിനക്ക് ഫണ്ട് ഉറപ്പാണ് കിട്ടുന്നുണ്ടെന്നുള്ളത്, അതിന് യാതൊരു സംശയവുമില്ല. നീ ഇതാണ് ഇവിടുത്തെ ക്രിസംഖികളുടെയും സംഘികളുടെയും ചാനലുകളുടെ, കാരണം ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ചാനലുകൾ നടത്തുന്നത് സംഘികളും ക്രിസംഖികളുമാണ്. അപ്പൊ അവരുടെ രക്ഷകർത്താവും അവരുടെ നായകനും അവരുടെ രക്ഷകനും എല്ലാം നീയാണ്. അപ്പോ നിനക്കത് എല്ലാ ഭാവങ്ങളും ഞാൻ നേരുകയാണ്. നല്ലതാണ്. കാരണം ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന ആറടി മണ്ണിലേക്കാണ്. നീ ഇനി എവിടെയാണ്? ആറടി മണ്ണിലാണ്. നിന്നെ ചുട്ട് പിന്നെ നീ ചിലപ്പോ പറയും എന്നെ ആറടി മണ്ണിൽ ഒടുക്കണ്ട, തൈക്കാട് ശ്മശാനത്തില് എന്നെ ചുട്ടാ മതി, അപ്പൊ പിന്നെ ബാക്കി സ്വർഗവും നരകത്തിലും ഹൂറികളെ ഒന്നും കാണണ്ടല്ലോ. അപ്പൊ അതാണ് നിനക്ക് നല്ലതെങ്കിൽ അങ്ങനെ. എന്തായാലും ശരി, ആരും ഒന്നും കൊണ്ടുപോകില്ല. വെറും കൈയോടെയാണ് മനുഷ്യൻ ഭൂമിയിലേക്ക് അവതരിച്ചു വരുന്നത്. വെറും കൈയോടെയാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് തിരിച്ചു പോകുന്നത്. അത് മനസ്സിലാക്കി നാടിന്റെ നന്മയ്ക്ക്, ജനങ്ങളുടെ ക്ഷേമം, ജനങ്ങളുടെ സൗഹാർദ്ദം, അവർ തമ്മിൽ ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, അവരെല്ലാം നല്ല രീതിയിൽ കഴിയാനും ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുമാണ് നല്ല മനുഷ്യർ, ഹൃദയ ശുദ്ധിയുള്ളവർ ആഗ്രഹിക്കുന്നത്. നിന്നെ പോലെയുള്ള ആൾക്കാർ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിനക്ക് ഇനിയും സമയമുണ്ട്. നിനക്ക് എന്തായാലും ഒരു 45-50 വയസ്സിനകത്ത് പ്രായമേ കാണുള്ളൂ. ഇനിയും നിനക്ക് സമയമുണ്ട്. നന്മ ചെയ്യുക, നാടിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി. ജാതിയും മതവും പിന്നെ സമുദായവും രാഷ്ട്രീയവും ഒന്നും നോക്കണ്ട. അത് എവിടെ ഇരുന്നാലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നാടിന്റെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും നാട്ടുകാരുടെ ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി എല്ലാവരും പിന്നെ പ്രയത്നിക്കണമെന്നും, രാജ്യത്തിന് വേണ്ടി നമ്മുടെ ജീവൻ ബലിയർപ്പിക്കുക. ഏത് ഭീകര ശക്തികളായിരുന്നാലും, ഏത് ഭീകര പ്രവർത്തികളായിരുന്നാലും ശരി, ആര് ചെയ്താലും, ഏത് സമുദായം ചെയ്താലും നമ്മുടെ രാജ്യത്തോടൊപ്പം ആയിരിക്കും എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുക. നാട്ടില് അക്രമവും അനീതിയും അഴിമതിയും പിന്നെ വിപ്ലവവും വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിക്കുന്ന എല്ലാവരെയും നമ്മൾ എതിർക്കണമെന്നും സത്യസന്ധമായി നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.